മലപ്പുറം പെരുവള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ആവശ്യത്തിന് ഡോക്ടേഴ്സും ജീവനക്കാരും ഇല്ലാത്തത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാക്കി ഉയർത്തിയെങ്കിലും ആശുപത്രിയിലെ മാറ്റം കേവലം ബോർഡിൽ മാത്രമായി ഒതുങ്ങിയെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ ആകെയുള്ളത് 2 സ്റ്റാഫ് ഡോക്ടേഴ്സ്, ഓരോ നഴ്സ്, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് വീതമാണുള്ളത്. ഇതിൻ്റെ പേരാണ് പെരുവള്ളൂർ CHC. ദിനം പ്രതി 700-ലധികം ആളുകളാണ് ചികിത്സക്കായി ഇവിടെ എത്തുന്നത്. കിടത്തി ചികിത്സ നടത്തണമെങ്കിൽ ചുരുങ്ങിയത് 5 ഡോക്ടർമാരെങ്കിലും വേണം. ആനുപാതികമായി സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവർ വേറെയും വേണം. എന്നാൽ ഇവിടെ OP നോക്കാനുള്ള ജീവനക്കാരെ പോലും ഇതുവരെ നിയമിച്ചിട്ടില്ല. 2 വർഷം മുൻപ് ആരംഭിച്ച ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണവും പാതി വഴിയിലാണ്. നിലവിൽ 1 ഏക്കറിലാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. 2020-ൽ കൂടുതൽ നഴ്സുമാരെ അനുവദിച്ചപ്പോൾ കിടത്തി ചികിത്സ ആരംഭിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കകം അതും നിലച്ചു. ഇപ്പോൾ പെരുവള്ളൂരുകാർക്ക് കിടത്തി ചികിത്സ ലഭിക്കണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയെയോ അല്ലെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സർക്കാർ ആശുപത്രിയെയോ ആശ്രയിക്കണം. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെരുവള്ളൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ആശുപത്രിക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. രോഗികൾക്ക് മുന്നേ ആദ്യം ചികിത്സ വേണ്ടത് ആശുപത്രിക്കാണ്. നല്ല ചികിത്സക്കായി കിലോമീറ്ററുകൾ താണ്ടി യാത്ര ചെയ്യുക എന്നുള്ളത് പാവപ്പെട്ട രോഗികൾക്ക് അത്ര നിസ്സാരമല്ല. പൊതുജനത്തെ ഇങ്ങനെ പ്രയാസപ്പെടുത്തരുത്. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാക്കി ഉയർത്തിയപ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് നടപടികൾ ഉയർന്നില്ല എന്നുള്ളതാണ്. അത് വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്. ജനങ്ങൾക്ക് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കാം പ്രതികരണങ്ങളിലേക്ക്. ഏകദേശം ഒരു 700-750 രോഗികളോ ചികിത്സകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ആ രോഗികൾക്ക് മരുന്ന് കൊടുക്കാനും ആ രോഗികളെ പരിശോധിക്കാനും എന്നുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ സ്റ്റാഫും ഹോസ്പിറ്റലിലില്ല. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ മുറവിളി കൂട്ടുന്നതാണ്. അവർ കിടത്തി ചികിത്സ അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. DMOൻ്റെ മുമ്പിലും അതുപോലെ തന്നെ മന്ത്രിൻ്റെ മുമ്പിലും ഒക്കെ. അതിലിടക്കാണ് ഇപ്പോൾ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ഒരു ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം, അത് സർക്കാർ നേരിട്ട് കോൺട്രാക്റ്റ് കൊടുത്ത് അത് ഇപ്പം ഏകദേശം ഒരു വർഷത്തോളമായി അതിൻ്റെ പണി പകുതി വഴിയിൽ എത്തിച്ച് നിൽക്കുകയാണ്. ഒരു ഐസൊലേഷൻ വാർഡ് ഉണ്ടായിരുന്നു. ഗവൺമെൻറ് തലത്തിൽ ഗവൺമെൻറ് തന്നെ നേരിട്ട് കരാർ കൊടുത്ത പരിപാടിയായിരുന്നു. അതിൻ്റെ കരാറുകാരൻ അത് ഇട്ടേച്ച് പോയി എന്നുള്ളതാണ്. അതിൻ്റെ പീരീഡും കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അത് കുറച്ച് നോക്കുകുത്തിയായിട്ട് അവിടെ നിൽക്കുകയാണ്. ഒരു 2 വർഷമായി. അതിൻ്റെ ഒരു പ്രയാസം നമ്മളെ വളരെയധികം അലട്ടുന്നുണ്ട്. കിടത്തി ചികിത്സ നമുക്ക് നിർബന്ധമാണ്. കാരണം വെച്ചാൽ നമ്മളെ ഈ പ്രദേശത്ത് നിന്ന് 100-200 ആളുകളോളം ഒരു ദിവസം അവിടെ വരുന്നുണ്ട്. അതിൽ പ്രയാസമുള്ള ആളുകളുണ്ടാവും. പക്ഷേ അവർക്കിവിടെ കിടത്തി ചികിത്സിക്കാനൊരു അവസരം പോലും അവിടെ ഇല്ല. അപ്പോൾ അതിന് നിർബന്ധമായിട്ടും അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിലും സ്റ്റാഫിൻ്റെ സൗകര്യമില്ല. അത് സ്റ്റാഫുകൾ വളരെ കുറവാണ്. ഒരു സിസ്റ്റർ, ഒരു ഡോക്ടറൊക്കെ ഉള്ളൂ രാവിലെയൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഡോക്ടർമാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.